പ്രപഞ്ചമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. പ്രപഞ്ചമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. ഈ ബലിവേദിയിലാശാനാളം പകരൂ കരുണാസാഗരമേ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു. ഓ ആരാധന ഗീതം പാടുന്നു. പ്രപഞ്ചമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. ലോകത്തിൻ മോഹമുയർത്തും സ്വപ്നത്തിൻ ഗോപുരമെല്ലാം ഒന്നൊന്നായി മണ്ണിൽ തകരുമ്പോ, മനതാരിൽ നൊമ്പരമേറുമ്പോൾ ശാശ്വതമാം മോദം പകരും പ്രത്യാശാനാദവുമായി തിരുനാഥൻ ചാരത്തുണ്ടല്ലോ. ഒരു നാളും പിരിയാത്തവനല്ലോ. ആനന്ദം നിറയും മിഴികളിൽ ആശാദീപം തെളിയുന്നു. ആത്മാവിൽ സ്നേഹത്തിൻ നറുമലരുകൾ എന്നും വിരിയുന്നു. ഒരു മനമോടൊന്നായി അണയുന്നു. ഓ ആരാധന ഗീതം പാടുന്നു. പ്രപഞ്ചമാകെ തഴുകിയുണർത്താ അണയൂ പാവന ചൈതന്യമേ. സാന്ത്വനമായി മുന്നിൽ കരുതും സ്നേഹ. പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കുറുകുഴൽ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി വരവായി ചാരണി. മല്ലികപ്പൂ പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനിലാ പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ്. മയക്കത്തിലോ പെണ്ണ് മയക്കത്തിലോ മായാ ദ്വീപിനക്കരയോ വിളിച്ചുണർത്തും നിന്നെ വിളിച്ചുണർത്തും കാണാ കാറ്റ് കൈവിരലാ.
പരിഭവമൊരു പാട്ടാകും, സ്വരമണിയുടെ മുത്താകും. ആദ്യ രാത്രിയിലാതിരേ നിന്നോതിരമാവും ഞാൻ. മല്ലികപ്പൂ തൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്ത്യനില പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ്. വരച്ചും പട്ടുകൂടഞ്ഞുടുത്തും താഴം പൂക്കൾ മേടഞ്ഞണിഞ്ഞും കാവിൽ തൊടുത്തും കണ്ണിൽ കനവുദിച്ചും കാവൽ തുമ്പി പറന്നുയർന്നും ഉഷസുണരുമൊരാരാമം കസവണിയുമൊരാകാശം. നിന്റെ ഗാനമൊരിന്ദ്രനീലപ്പൂവിതളായി പൊഴിയും. മല്ലികപ്പൂ തൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് അന്തിനില പന്തലിലെ മുന്തിരിത്തേ മുത്തണിഞ്ഞ്. കുറുകുഴൽ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി വരവായിച്ചാരെ നീ. മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ. പേരില്ലേ നാളില്ലേ എന്താണെന്നേ ഏതാണെന്നേ എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. കയ്യെത്തും ദൂരെയില്ലേ ദൂരത്തോ മേയുന്നില്ലേ. മേയുമ്പോഴെല്ലാം നുള്ളും നാടോടിയല്ലേ. നാടോടി പാട്ടും പാടി ഊഞ്ഞാലും നാടുന്നില്ലേ. ആടുമ്പോൾ കൂടെ ആടാൻ പെണ്ണേ നീയില്ലേ. കള്ളിപ്പെണ്ണിന്റെ കള്ളക്കണ്ണിന്നോ മിന്നിച്ചിമ്മുന്നേ. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. മഞ്ഞത്തോ ചൂടും തേടി തീരത്തായോടുന്നില്ലേ. തീരത്തെ ചേമ്പിൽ മെല്ലെ ആറാടുന്നില്ലേ. ആറാട്ടു തീരും നേരം മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ ചോദിക്കാതെന്നും താനെ ചായുന്നോരല്ലേ.
കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ കൊഞ്ചിക്കുന്നില്ലേ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ ഒന്നൊന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ പേരില്ലേ നാളില്ലേ എന്താണെന്നേ ഏതാണെന്നേ എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല്. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ഓരോ നല്ല അനുഭവങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അവിടെ നിന്ന് കരുതുന്ന എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, എന്നും അങ്ങയോട് നന്ദിയുള്ളവരായി കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല മാതൃകയുള്ളവരായിട്ട് നല്ല സാക്ഷ്യമുള്ളവരായിട്ടൊക്കെ ജീവിപ്പാൻ ഞങ്ങളെ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളായി ഞങ്ങളെ അവിടെ നിന്ന് തീർക്കണമേ. കർത്താവെ, ഈ ഭവനത്തിനായി ഞങ്ങൾ പ്രത്യേകം നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വസിക്കുന്നതായിട്ടുള്ള പ്രിയ അമ്മയ്ക്ക് വേണ്ടി മറ്റു പ്രിയപ്പെട്ടവരെല്ലാം എല്ലാവരെയും അവിടെ ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി കർത്താവെ, വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലെ കർത്താവെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ഷൈബയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജന്മം മുതൽ ഈ സമയം വരെയും കർത്താവെ നിന്റെ മകളെ അവിടുന്ന് കാത്തു പരിപാലിച്ചല്ലോ സ്തുതിക്കുന്നു. ഭാവി കാര്യങ്ങളിലൊക്കെ കർത്താവെ നിന്റെ കൃപയുണ്ടാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് നടത്തിയുള്ള കർത്താവെ എല്ലാത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാനായിട്ട് ഇടയാക്കി പഠിപ്പിച്ചതായുള്ള അധ്യാപകർ കർത്താവെ, മാതാപിതാക്കൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്ന അവർക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുന്നു. വിവാഹ ശുശ്രൂഷയിൽ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടാകുന്നു. എല്ലാം അനുഗ്രഹമായി കരുതാനായിട്ട് ആപത്തും അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ. തക്ക സമയത്ത് അവിടെ ചെന്ന് ചേരുവാനായിട്ടും കർത്താവെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി നടത്തുവാനും അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷകരമായ മാതൃകാപരമായ ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ അവിടെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളൊന്നും നിന്റെ മക്കളോട് ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ തലമുണയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും നിറയ്ക്കണം.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ? ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? കളപ്പുരമേയും കന്നി നിലാവേ, ഇനിയും വരുമോ തിരുവോണം? മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം? ഒന്നു തൊട്ടാ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒരു പാട്ടിൻ ശ്രുതിയാവാനൊരു മോഹം മാത്രം. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? പഴയ കിനാവിൻ മുന്തിരി നീരിൽ പാവം ഹൃദയം അലിയുന്നു. താളുകൾ മറിയും മിഴികളിലോരോ മോഹം വെറുതെ വിരിയുന്നു. ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാ സ്നേഹഗീതം. ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം. ഒരു നീലാംബരിയായി ഞാനതിൽ മാഞ്ഞേ പോയി. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ?
അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും. ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും. സ്വീകരിക്കാം നവീകരിക്കാം നമ്മൾ തൻ ജീവിതത്തെ. സ്വീകരിക്കാം നവീകരിക്കാം നമ്മൾ തൻ ജീവിതത്തെ. നമ്മൾ തൻ ജീവിതത്തെ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി.
ഞങ്ങളുടെ ദൈവമാത്മാവിൽ ആരാധിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടണമേ. നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ സാക്ഷികൾ ശ്രേഷ്ഠമായിട്ട് തീരുകയും ചെയ്യണമേ. മണവാളൻ ശ്രേഷ്ഠമായിട്ട് തീരണമേ. നിന്റെയും ആദ്യമതന്നെ കൂട്ടരക്ഷയുള്ള സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആരംഭിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ കൂട്ടത്തിലും ചേർന്നുകൊണ്ട് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. Kadisho,
വിവാഹസമയത്തുള്ള ഈ മോദത്തോടുകൂടി അവിടുത്തെ കൃപയുടെ രോഗങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. കഥകളമായി വിലക്കുകയോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകയും ചെയ്യുമാറാകട്ടെ. നിർത്തപ്പെടുകയും വിശുദ്ധാസികന്മാരെന്ന എന്നതുപോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് വിവാഹത്തിലുള്ള ഈ മോദനം നീണ്ടാക്കുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷത്തോടു കൂടി പിതാവിനും പരിശുദ്ധമായും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മസിയാമുള്ള പ്രത്യേകിച്ചാണ് പരസ്പരം ഭാവസ്ഥയെ കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിൽ നേരിയും സമ്പന്നരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദങ്ങളോടുകൂടി സംഗീതമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനം ഇവരെ അനുഗ്രഹിക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഈ സഹാക്കിന്റെയും റബേക്കയുടെയും ഭാവസ്ഥയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ അനീതിയാകുന്ന മോദനങ്ങളുടെ പൂർണ്ണമാകട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആരംഭിക്കുകയും മണവാളിയെ ശാശ്വതവും അക്ഷയമായ മനോഹരഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളിപ്പിനതുകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ച കൊടുക്കുവാൻ ദൈവമായ കർത്താവിനാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും എല്ലാവരും സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വരഭിനങ്ങളായ ശൂശാനാഭൂങ്ങളായ സൗകര്യത്തിലുള്ള പരിപാടിയാൽ ഇവിടെ മനസ്സാക്ഷി നീക്കപ്പെടുവാൻ സാധ്യമാകട്ടെ. മനുഷ്യവർഗത്തെ ഉദ്ദേശിക്കുന്ന അസൂയാക്കളായ തിന്മപ്പെട്ട മനുഷ്യരെ ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹങ്ങളുടെ നിർമ്മലമാകുന്ന വഴികളെ വഷളാക്കുന്നത് തിന്മപ്പെട്ടവരെന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹപൂർണമായ സന്ദർശനങ്ങൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ നിന്റെ ദാസരാകുന്ന പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. ഇവർക്ക് അനുഗ്രഹീയ സന്താനങ്ങളെ സൗഭാഗ്യ കാര്യങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ സത്യവിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ സദാ സ്നേഹിക്കാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായിട്ട് നൽകുവാൻ പ്രവചിക്കണമേ. സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ വലിയ ശ്രീവാരം പകൽ നിങ്ങളോട് കൂടെയിരുന്നു. തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവിധ മാർഗങ്ങളിലൂടെ വിവാഹം നമ്മൾ അന്വേഷിച്ച് പങ്കാളികളെ കണ്ടെത്തുമ്പോൾ ആരിലൂടെയും എങ്ങനെയും ഒരുമിച്ച് ചേർക്കപ്പെടുന്ന സാഹചര്യത്തിൽ വന്നാലും ദൈവമാണ് നിങ്ങൾക്ക് പങ്കാളിയെ കണ്ടെത്തുന്നത് തിരിച്ചറിയും. നിങ്ങൾക്ക് മറ്റാരെയും പോലെ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപിടി സുന്ദരങ്ങളായ സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഇത് സ്വാഭാവികമാണ്. പക്ഷേ സ്വപ്നം പോലെ മനോഹരമായിക്കൊള്ളണം ജീവിതമെന്ന് ഒരു ഗ്യാരണ്ടി ഒരിടത്തുമില്ല.
ജീവിതത്തിൽ നന്മകളുണ്ടാകും, സന്തോഷമുണ്ടാകും, അംഗീകാരം ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. മറിച്ച് ഒറ്റപ്പെടൽ, വിമർശനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. ഞാൻ മുന്നമേ സൂചിപ്പിച്ചു, ദൈവത്താലും ദൈവസന്നിധിയിലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർക്കപ്പെടുന്നതാണ് വിവാഹോദ്ദേശം. അങ്ങനെയെങ്കിൽ നാളിതുവരെയും ഇനി നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും നോട്ട് ദി പ്രൊഡക്റ്റ് ഓഫ് യുവർ മെറിറ്റ്സ് ബട്ട് ഗോഡ് ഗിവൻ, ദൈവത്തിന്റെ ദാനമാണ്, നിങ്ങളുടെ മാത്രം കഴിവിന്റെ ഫലങ്ങളല്ല. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ അഹങ്കരിച്ച വശമാണ്. അതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ സാധ്യതകൾ അംഗീകരിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കുക, അവയൊരുക്കി തന്ന ദൈവം ദൈവത്തിന്റെ ദാനമാണ്. നന്മകളിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുക. ഒപ്പം സ്വാഭാവികമായ മറുവശം ഉണ്ടാകാം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നന്മകളിൽ ദൈവാശ്രയം അനുഭവിച്ച വ്യക്തി ഒരിക്കലും പതറുകയില്ല. ഓർക്കുക, ഇന്ന് നന്മകൾ തന്നത് ദൈവമാണെങ്കിൽ പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും നൊമ്പരങ്ങളെന്ന് നമ്മൾ കരുതുന്ന അവസ്ഥയിൽ ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. ഇവിടെ പകർച്ച ഉണ്ടാവില്ല. അവിടെ നിങ്ങളെ ദൈവനിബന്ധനാക്കിയത് ഒരുമിച്ച് ജീവിക്കാനാണ്. സ്ത്രീയുടെ അപൂർണത പരിഹരിക്കാൻ പുരുഷന്റെ അപൂർണത പരിഹരിക്കാൻ ദൈവവും, ഒപ്പം മറുഭാഗവും അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികളിൽ കരുത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. പിതാക്കന്മാരെ കാണിച്ചു തന്ന ജീവിതത്തിന്റെ വഴി ഇതാണ്. ഇന്ന് പുത്തൻ പ്രവണതകളുടെ കാലഘട്ടമാണ്. ആത്മീയതയിലും പുത്തൻ പ്രവണതകളുണ്ടാകും. സെക്ടേറിയൻ സഭാവിഭാഗങ്ങളും ഒക്കെ ഇന്ന് ഒത്തിരിയുണ്ട്. അത് പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. മക്കളെ, നിങ്ങൾ ഓർക്കുക, വിവാഹ കൂദാശയുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ കേൾക്കും, മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാനെ കാത്തുകൊള്ളട്ടെ എന്ന് ഇവിടെ ഒരുവിടുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാക്കപ്പെടുന്ന നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇന്ന് മാറി ജീവിക്കുന്ന ഒരാളിനോട് തോന്നുന്ന അസൂയ അല്ല ഇത്. ഭാര്യ അംഗീകരിക്കപ്പെടുമ്പോഴും ഭാര്യ വളരുമ്പോഴും കോംപ്ലക്സ് കൊണ്ട് ഭർത്താവിന് തോന്നാവുന്ന ഒരു തരം അസക്ഷത. അവൾ വളരുന്നു, അവളുടെ വളർച്ചയിൽ ഞാനൊരു വെറും she grows as a giant and I reduce to be a dwarf. ഞാനൊരു കുള്ളനായിട്ട് പരിണമിക്കുന്നു ഭർത്താവിന്. മറിച്ച് ഭർത്താവിന്റെ വളർച്ചയിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള അപകർഷത ഭാര്യയ്ക്ക് തോന്നുമ്പോൾ മരണകരമായ അസൂയ കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പങ്കാളിയുടെ ഉയർച്ചയും വളർച്ചയും അംഗീകാരവും സ്വന്തമെന്ന് കരുതി അഭിമാനിക്കുക, ശ്ലാഘിക്കുക, അംഗീകരിക്കുന്നത്. നമ്മളൊക്കെ പരസ്പരം സ്നേഹിക്കുന്നത് മെറിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. മെറിറ്റ്സിന്റെ അടിസ്ഥാനത്തിലല്ല ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത്. നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.